ഏതോ ഒരു ഠാക്കൂർ പാട്ടുകാരിയാണ്, ഒപ്പം ഇപ്പോൾ BJP MLA MP ഒക്കെയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് അത്ഭുതം തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. BJPക്കാരുടെ ഈ ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സ്ഥലത്ത് മുഴുവൻ ഭക്തിമയമാണ്. എല്ലായിടത്തും ഭക്തിഗാനങ്ങൾ മാത്രം. അതും രസകരമാണ്, ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനമില്ലാത്ത? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം മാപ്പിളപ്പാട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ പ്രചാരണ പരിപാടിയിൽ ഇല്ലാത്ത? എന്തുകൊണ്ടാണ് ഈ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം? എൻ്റെ ഒരു സംശയമാണ്, ഏതെങ്കിലും BJPക്കാരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ മാത്രം സംഭവിക്കുന്നത്? മറ്റുള്ള ആൾക്കാരുടെ ഭക്തിഗാനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലേ? അതോ ഇതിൽ മത്സരിക്കുന്ന ആളുകൾ മുഴുവൻ ഹിന്ദുക്കളായതുകൊണ്ടാണോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് വേണ്ടിയിട്ട് MLA ആവാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകൾ മുഴുവൻ ഹിന്ദുക്കളായതുകൊണ്ടാണോ ഇങ്ങനെ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? എന്തായാലും കേട്ടോക്കൂ. മൈഥിലി ഠാക്കൂർ എന്നാണ് പേരിട്ടോ. ഗംഭീര പാട്ടാണ്, പാട്ടൊന്നും മോശമില്ല. പക്ഷെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് ഇവരുടെ പ്രചാരണ പരിപാടിയിൽ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം? ഇവർ ജയിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കുന്ന MLA മാരാകുമോ? മുസ്ലിങ്ങളെ പരിഗണിക്കൂലേ? ക്രിസ്ത്യൻസിനെ പരിഗണിക്കൂലേ? ഈ ചോദ്യങ്ങളൊക്കെ സാധാരണയായിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചോദിച്ചു പോകും. ഒരു സാധാരണ ഒരു വോട്ടർ എന്നെ ഈ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ വളവള വർത്തമാനം പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ വോട്ടർ എന്ന രീതിയിൽ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് അപ്പം മറ്റുള്ളവരൊന്നും പരിഗണിക്കില്ലേ എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ SKN, നമ്മുടെ ശ്രീകണ്ഠൻ നായർ, ആ നായർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. BJPയുടെ NDAയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ടി എന്നത് മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. SKN ഇപ്പോൾ ഇതിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലും സെലക്ടഡ് ആളുകളായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ നരേന്ദ്രമോദിയും മറ്റുള്ളവരും അത് പടി തുടർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദി ഇന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, 5 വർഷത്തെ പദ്ധതികൾക്കായുള്ള രൂപരേഖ തയ്യാറാക്കിക്കോളൂ എന്ന് പ്രവർത്തകരോട് പറയുകയാണ് പ്രധാനമന്ത്രി. അതായത് അവർ ഭരണത്തിൽ വരാൻ പോകുന്നു വലിയ ആത്മവിശ്വാസമുണ്ട്. ഇതിനു മുൻപ് നമ്മൾ ഇതുപോലൊരു രൂപരേഖയെ കുറിച്ച് കേട്ടിരുന്നു, തിരുവനന്തപുരത്തെ ഒരു ബ്ലൂ പ്രിന്റ്. ഇന്നും അത് തിരക്കി നടക്കുകയാണ്. നമ്മൾ തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് തിരക്കി നടക്കുന്ന ആളുകളോടാണ് 5 വർഷത്തെ കേരളത്തിലേക്കുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊള്ളാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഇവരെ പണ്ട് കൈരളി ചാനലിലൊക്കെ വാർത്തയൊക്കെ വായിച്ചിരുന്ന ഒരാളാ. അതിന്റെ ഊർജം മുഴുവൻ അവിടെ ചെലവഴിക്കാൻ കിട്ടിയില്ല, അവിടുന്ന് അത്ര വലിയൊരു അവസരം കിട്ടിയില്ല. ഇപ്പൊ 24ലേക്ക് വന്നോട് കൂടിയിട്ട് ഇപ്പൊ ഇവരാണ് കത്തിക്കാളുന്നത്. ഈ ഒരു വാർത്താ അവതാരകയെ കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്ന ചാനലിൽ ഇവരെയും കുറിച്ച്, ഒപ്പം തന്നെ ശ്യാമിലി ശശിധരൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിഗംഭീരമായിട്ടാണ് ഇവര് കണക്കുകൾ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. കണക്കുകളൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിങ്ങനെ പോയിരുന്ന ഒരു മനുഷ്യനും കൂടി അതിലുണ്ട്. ഹാഷ്മി എന്ന് പറയും. ഹാഷ്മി സത്യം പറഞ്ഞാൽ ഇപ്പൊ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ 24 രക്ഷപ്പെട്ട് വേറെ വല്ല ചാനലിലേക്ക് പോയാലോ എന്നൊക്കെ ഇപ്പൊ ഹാഷ്മി ആലോചിക്കുന്നുണ്ടോ എന്ന് ചില ആളുകളൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സംഗതിയോട് കിടക്കട്ടെ, അവരെ വെറുതെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. കൃത്യമായിട്ട് പറയുന്നത് BJPയുടെ അധികാര രീതികൾ എന്നാണ്. BJP എവിടെയൊക്കെ അധികാരം വരുന്നോ, അധികാരത്തിലേക്ക് വരാൻ പോകുന്നുണ്ടോ, അപ്പോഴെല്ലാം ഇവര് വികസനം പറഞ്ഞിട്ടല്ല വന്നിട്ടുള്ളത്. നമുക്ക് എത്ര കാലമായി ഇവർ രാമക്ഷേത്രം പറയാൻ തുടങ്ങിയിട്ട്? രാമക്ഷേത്രമായിരുന്നു എല്ലാ ഇലക്ഷനിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. നല്ല റോഡ് തരാമെന്നോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടാമെന്നോ, നല്ല ഹോസ്പിറ്റൽ കെട്ടാമെന്നോ, പാലങ്ങൾ കെട്ടാമെന്നോ ഇവര് ഒരു തരത്തിൽ ഒരു സ്ഥലത്തും പറയുന്നില്ല. അതിനു പകരം രാമക്ഷേത്രം, ഇവിടെ എത്തിയപ്പോ ശബരിമല, പിന്നെന്താണ് ഇപ്പം നമ്മുടെ ഗുരുവായൂരപ്പനും. എന്ത് ചെയ്യും? എന്തായാലും ഇവരെ കേൾക്കണം കേട്ടോ. അപ്പോൾ ഇവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് തിരുവനന്തപുരം നമ്മുടെ മുന്നിലുണ്ട്, തൃശ്ശൂരിൽ ഒരു ജനപ്രതിനിധിയുണ്ട്, അത് നമ്മുടെ മുന്നിലുണ്ട്. മാത്രമല്ല ഞാൻ ആലോചിക്കുന്നത് മാറാത്തത് മാറും എന്നുള്ളതാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ടാഗ് ലൈൻ എന്നുള്ളത്. എന്ത് മാറും എന്നുള്ളതാണ് ഇവർ കേരളത്തോട് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. ഇപ്പോൾ വർഗീയ കലാപമില്ലാത്ത കേരളം എന്നതിനെ മാറ്റും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതോ ചേരികൾ കെട്ടിമറക്കേണ്ടി വരാത്ത കേരളം എന്നതിനെ മാറ്റും എന്നാണോ ഇവർ പറയുന്നത്? മനുഷ്യനെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാത്ത നാട് എന്നതിനെ മാറ്റും എന്നാണ് ഇവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സാധാരണ നിലയിൽ BJPയുടെ ഒരു ഐഡിയോളജി പരമായി ഇതൊക്കെയാണല്ലോ ഇവർ നടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ മാറ്റുമെന്നുള്ളതാണോ BJP പറയുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. പിന്നെ തിരുവനന്തപുരത്തെ ബ്ലൂ പ്രിന്റ് തിരിയുന്ന ആളുകളോടാണ് കേരളത്തിന്റെ ബ്ലൂ പ്രിന്റ്
തയ്യാറാക്കിക്കൊള്ളാൻ ഇവർ പറയുന്നു. വളരെ വൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു. മാറാത്തത് മാറുമെന്നാണ് BJP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. എന്താണ് നമ്മുടെ കേരളത്തിൽ മാറാത്തതുള്ളത്? സ്കൂളുകൾ മാറിയില്ലേ? ഹൈടെക് ആയില്ലേ? ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ നോക്കൂ. നമ്മുടെ റേഷൻ കടലൊക്കെ മാറിയില്ലേ? എല്ലാ മാസവും കൃത്യമായിട്ട് അരിയും മറ്റും കിട്ടുന്നില്ലേ? നമുക്ക് മൊബൈൽ സ്റ്റോറുകൾ മാറിയില്ലേ? എല്ലാ മാസവും എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുന്നില്ലേ? ഇനി അത് വേണ്ട, ഹോസ്പിറ്റലുകൾ മാറിയില്ലേ? റോഡുകൾ മാറിയില്ലേ? നമ്മുടെ സാംസ്കാരിക നിലവാരം ഉയർന്നില്ലേ? എല്ലാ തരത്തിലും ഉയർച്ച മാത്രമുണ്ടായ കേരളത്തെ ഇനി ഏത് രീതിയിലേക്ക് മാറ്റുമെന്നാണ്? വീണ്ടും പുറകോടെ അടിക്കുമെന്നാണോ ഇവർ പറയുന്നത്? ഇവർക്ക് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് എന്തുകൊണ്ട് പറയുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു കണക്ക് ഞാൻ ചുമ്മാ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. മഹാരാഷ്ട്രയിലാണ്. രാജ്യത്ത് തന്നെ സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം അതിക്രമം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര. ഒരു വർഷം 47,000 അതിക്രമ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത്. വർഷം 4,000 ബലാത്സംഗ കേസുകൾ മഹാരാഷ്ട്രയിൽ ഉണ്ടാകും. ഒറ്റ വർഷം 4,000 ബലാത്സംഗ കേസുകൾ ഉണ്ടാവുന്ന ഒരു നാടാണ് മഹാരാഷ്ട്ര. എന്റെ പൊന്നു സുഹൃത്തുക്കൾ, അവിടെ ഭരിക്കുന്നത് BJP ആണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഉണ്ടോ? 100% പറയാം, ഇല്ല. ഒരു വർഷം 4,000 എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭീകരത ആലോചിച്ച് നോക്ക്. അവിടുത്തെ സ്ത്രീകളൊക്കെ എന്ത് ധൈര്യത്തിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? അവിടുത്തെ രക്ഷിതാക്കളൊക്കെ തങ്ങളെ മക്കളെ എന്ത് ധൈര്യത്തിലാണ് സ്കൂളിലേക്കും പൊതുനിരത്തിലേക്കും ജോലി സ്ഥലത്തേക്കും വിടുന്നത് എന്നുള്ളതാണ്. ഒരു വർഷം 4,000 കേസുകൾ നടക്കണമെങ്കിൽ പിടിക്കപ്പെട്ട കേസുകളൊന്നും കൃത്യമായ രീതിയിൽ അന്വേഷണമോ ശിക്ഷകളോ അവിടെ കിട്ടുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടല്ലേ ഇവർക്കിത് വീണ്ടും ചെയ്യാൻ തോന്നുന്നേ? സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ പിന്നെ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥകൾ? ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റുമെന്നാണ് ഇവർ പറയുന്നത്. മാറാത്തൊരു നാടാണ്, അങ്ങനെ നമ്മൾ മാറിയിട്ടില്ല, അങ്ങോട്ട് മാറ്റുമെന്നാണ് ഇവർ പറയുന്നത് എന്നാണ് ഇപ്പോൾ ആ മാധ്യമ പുറത്തൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരം ഇവർക്ക് തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ ഭക്തിഗാനങ്ങൾ പാടി നടക്കും എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ബൈ.